ഹായ്, എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ പാചകം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു ബീഫ് വെച്ച് വെക്കാൻ പോവുകയാണ്. അതിൽ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ അതൊന്ന് വാടി വരുന്നുണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം, കമൻറ്റ് ചെയ്യണം. ഈ ക്യാപ്സ്യൂൾ മുളകും തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ബീഫ് കറി അങ്ങനെ ചെറിയ രീതിയിൽ ശകലം വെക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളെ കൂടി കാണിക്കുകയാണ്. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റും. എൻ്റെ ആദ്യത്തെ ഷാബിദാസ് ബ്ലോഗ് ചാനലിൽ പോയി, ഇപ്പോൾ രണ്ടാമതെടുത്ത ചാനലാണ്. ഇതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ക്യാപ്സ്യൂൾ മുളകും തക്കാളി, പച്ചമുളകു് എല്ലാം ഒരുവിധം വാടി വന്ന് ചെറിയ ഉള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്നിച്ചൊന്ന് നോക്കണം. പെട്ടെന്നൊരു ചെറിയ രീതിയിലൊരു കറിയാണ് വെക്കുന്നത്. ഇതെല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എൻ്റെ ചാനലിൽ പോയി, പുതിയ ചാനലാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, വീഡിയോസ് സ്കിപ്പ് ചെയ്ത് കാണണം. നിങ്ങളുടെയൊക്കെ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കിനി ഈ ചാനൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. നിങ്ങളൊക്കെ മിസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ചാനൽ എടുത്തത്. ഇപ്പോൾ ഞാൻ കുറച്ചേ എടുത്തോളൂ കേട്ടോ. കുക്കറിൽ ഞാൻ ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് സെറ്റാക്കിയിരുന്നു. അതിൽ നിന്ന് കുറച്ച് അത്യാവശ്യത്തിൻ്റെ ചൂടോടെ കഴിക്കാൻ വേണ്ടി മാത്രം ശകലം എടുത്തോളൂ. ബാക്കി കുക്കറിൽ തന്നെ ഇരിപ്പുണ്ട്. നല്ല വെന്ത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച ആദ്യം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. എല്ലാവരും അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതൊരു കുഞ്ഞ് വീഡിയോസാണ്. നിങ്ങളുടെ കാപ്പി ഉണ്ടാക്കണം. മഗ്‌രിബ് ബാങ്ക് കേൾക്കാറായിട്ടുണ്ട്. ഇത് രാത്രിത്തേക്ക് വേണ്ടിയാണ് റെഡിയാക്കുന്നത്. ഇന്ന് മീനൊന്നും വാങ്ങിച്ചില്ലായിരുന്നു, എങ്കിലും കറിയൊക്കെ ഉണ്ടായിരുന്നു. പരവ, കരുവാട്, പപ്പടം, പിന്നെ ചാള ചുമക്ക അരച്ച കറിയൊക്കെ ഉണ്ടായിരുന്നു. ക്യാപ്സ്യൂൾ മുളകും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ എല്ലാവരും ചിക്കനിക്കാണ് ഇത് ചേർക്കുന്നത്. എങ്കിലും ഞാൻ ഉണ്ടെങ്കിൽ മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ശകലം ചേർക്കും. അപ്പോൾ ഇത് പകുതി ചേർത്തിട്ടുണ്ട്. അതാണ് ഈ പച്ചയായിട്ട് കാണുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് കമൻറ്റും സപ്പോർട്ടൊക്കെ ചെയ്യണം. ഇനി ഞാൻ ഇപ്പം പുതിയ ചാനൽ എടുത്തിട്ട് ഇന്ന് ഒരാഴ്ച ആയതേ ഉള്ളൂ. നാളെ ഞായറാഴ്ച രാത്രി 8:00-ക്ക് ശേഷം എൻ്റെ പുതിയ ലൈവ് ഞാൻ തുടങ്ങുന്നതാണ്. എല്ലാവരും വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് 2000 സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു. ഇനി അതിലും മെച്ചമായിട്ട് എനിക്ക് മുന്നോട്ട് വരുമെന്ന് എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. അതിന് ആ ഒരു ആത്മവിശ്വാസം നിങ്ങളെല്ലാവരും തന്നെയാണ്. അതാണ് ഞാൻ രണ്ടാമത് ഈ ചാനൽ എടുത്തത്. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ഈ ചാനൽ മുന്നോട്ട് രണ്ടാമത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെ സപ്പോർട്ടും കാണുമെന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നാളെ രാത്രി 8:30-ക്ക് ശേഷം എൻ്റെ ഫസ്റ്റ് ലൈവ് സ്റ്റാർട്ട് തുടങ്ങുന്നതാണ്. എല്ലാവരും വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മളെ ബീഫ് കറി ഒരുവിധം സെറ്റായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എരിവും ഉപ്പും എല്ലാം ചേർത്തിട്ടുണ്ട്. ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. അതുകൊണ്ടാണ് അത് ഇച്ചിരി സമയം എടുക്കുന്നതിന് വേണ്ടിയാണ് ഇതിങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കാണിച്ചുകൊണ്ട് ഇത്രയും നേരം സംസാരിച്ചതും. നല്ല ടേസ്റ്റ് ഒക്കെ കാണും. ചപ്പാത്തിയോ പൊറോട്ടയോ ആയിരിക്കും അതിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഓക്കെ, എൻ്റെ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കാണണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്.